എല്ലാവർക്കും നമസ്കാരം മക്കളെ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഞാനേ മക്കളെ ഇന്ന് വന്നത് എനിക്കൊരാഗ്രഹം, പുറത്തൊക്കെ ഒന്ന് പോകണം, അവിടെ നിന്ന് ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിക്കണം. നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് അങ്ങനെയൊക്കെ ഒന്ന് പോകണം, ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി. അപ്പോൾ എന്നും വീട്ടിലിരുന്നിരുന്ന് മുഷിഞ്ഞ് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇടയ്ക്ക് പോകുന്ന അപ്പോൾ ഒരു കൊച്ചു പിള്ളേരുടെ കൂട്ടൊരു ആഗ്രഹം. ഹസ്ബൻഡിന് അവിടെ കായംകുളത്ത് ഒരു ബാങ്ക് വരെ പോകണമായിരുന്നു, അപ്പം കാനറ ബാങ്ക്. അപ്പം ഞാൻ പറഞ്ഞു ഞാനും വരുന്നത്, എനിക്കൊരാഗ്രഹം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം എന്നങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ആവാം കേട്ടോ. അപ്പം ഞാൻ പോയി. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയി ബാങ്കിൽ ചെന്നു. ഹസ്ബൻഡ് ഞാൻ പഠിച്ച കോളേജും ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ സംസാരിച്ച് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയവിറക്കിക്കൊണ്ടിങ്ങനെ ബാങ്കിൽ ചെന്നു. ഹസ്ബൻഡ് ബാങ്കിൽ കയറി, ഞാൻ കാറിൽ തന്നെ ഇരുന്നു. അപ്പം ഞാനിങ്ങനെ ഫോണൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്കൊരു കോള്. അപ്പം എനിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പരാണ്, പക്ഷെ പേരുണ്ട്, ആളിൻ്റെ പേര് നല്ല നീളമുള്ള വാലുള്ള പേര്. അപ്പം ഞാൻ ആലോചിച്ച് നമ്മുടെ പരിസരത്തുള്ളവരാരെങ്കിലും ആയിരിക്കുമല്ലോ, അത്യാവശ്യം പറയാനാണോ, അല്ലെങ്കിൽ പിന്നെ വീഡിയോ കോൾ എന്തിനാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അങ്ങ് അറ്റൻഡ് ചെയ്ത്, ഇനി വല്ല അത്യാവശ്യത്തിന് വല്ലതും ആയിരിക്കുമോ എന്നോർത്ത് അറ്റൻഡ് ചെയ്തപ്പം ഞാൻ ഭയന്നു പോയി. കാരണം ആ രൂപം കണ്ടു, പൊട്ടനൊരാൾ, ഒരു വെളുത്ത് നല്ല സുമുഖനായിട്ടുള്ള ഒരാളാണ്. പുള്ളിക്ക് ഒരു 65 വയസ്സ് കാണും. അപ്പം ഞാൻ എന്താ പെട്ടെന്ന് ഒന്നുമില്ല, പേടിക്കൊന്നും വേണ്ട, ഞാൻ പേടിപ്പെടുത്താനൊന്നും വിളിച്ചതല്ല. ഞാൻ ചോദിച്ചു എൻ്റെ നമ്പർ എവിടുന്ന് കിട്ടി? സംസാരിക്കാൻ പാടില്ലാത്തതാണ്, പക്ഷെങ്കിലും അപ്പം ഞാനത് ഓർത്തില്ല. അത് പ്രൊഫൈൽ കണ്ടോളൂ. ഞാൻ പറഞ്ഞു എൻ്റെ പ്രൊഫൈൽ കണ്ട് നിങ്ങൾക്ക് അങ്ങനെ നമ്പർ കിട്ടി? അപ്പോൾ ഞാൻ ചോദിച്ചു പ്രൊഫൈൽ കാണുന്നവരെല്ലാം നിങ്ങൾ വിളിക്കുമോ? ഇല്ല, ഇത് നമ്മൾ എൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു പോയി ഓച്ചിറയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ അയാളുടെ വീട് അവിടെ. അപ്പോൾ നമുക്കൊരാകാംക്ഷയല്ലേ, അടുത്തുള്ള ആൾക്കാരാണെന്ന് ഓർത്തു. പിന്നെ പെട്ടെന്ന് ഞാനങ്ങ് കട്ട് ചെയ്ത് കേട്ടോ. പുള്ളി ഗൾഫിലാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാനങ്ങ് കട്ട് ചെയ്ത്. കാരണം അജ്ഞാത കോളിനെ കുറിച്ച് എപ്പോഴും നമ്മുടെ ഫോണിനകത്ത് ഇങ്ങനെ നമ്മൾ കോള് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഹസ്ബൻഡ് വേതനം വരെ സംസാരിക്കാൻ പുള്ളിയുടെ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തിട്ട് പുള്ളിക്ക് പിന്നെ ഹസ്ബൻഡ് ചിലപ്പം വല്ലതും തോന്നിയാലും നോർത്ത് ഞാൻ കട്ട് ചെയ്തു. പക്ഷെ അങ്ങനൊന്നും ഇല്ല, ആളിന് ചേമ്പല വെള്ളം മുഴുന്നേ ഉള്ളൂ. പുള്ളി വന്നപ്പോൾ ഞാനിത് പറഞ്ഞു പുള്ളി നെവർ മൈൻഡ്, എന്താണെന്ന് അറിയത്തില്ല. പുള്ളി അങ്ങനെ അതിനെക്കുറിച്ചൊന്നും റെസ്പോണ്ട് ചെയ്തൊന്നുമില്ല. അപ്പം എൻ്റെ മോള് പറഞ്ഞു ഇങ്ങനെയുള്ള അജ്ഞാത കോളുകളൊക്കെ വന്നാൽ എടുക്കരുതെന്ന് അറിയത്തില്ലയോ എന്ന് പറഞ്ഞ് എന്നെ വഴക്കൊക്കെ പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പം. പക്ഷേങ്കിലും പിന്നെ അങ്ങ് കോള് അങ്ങ് കട്ട് ചെയ്ത് ഞാൻ. പിന്നെ നമുക്ക് വിശപ്പിൻ്റെ കാര്യത്തിൽ അപ്പീലില്ല. വിശന്ന ഉടനെ ഭക്ഷണം കഴിച്ചോളാം, നമ്മുടെ വയറ് പറഞ്ഞാൽ കേൾക്കത്തില്ല, അത്രയ്ക്കൊരു വയറാണ് എൻ്റേത്. അപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്ന ഒരു ഹോട്ടലാണ്. അവിടെയൊക്കെ പോകുമ്പം ഭാരത് കഫേ എന്ന് പറയുന്ന ഹോട്ടൽ. അവിടെ ചെന്നപ്പോഴേ നമ്മുടെ സെക്യൂരിറ്റിയൊക്കെ നമ്മളെ സ്വീകരിച്ച് നമ്മളകത്ത് ചെന്നു. അപ്പോഴേ അവിടുത്തെ റിസപ്ഷനിലിരുന്ന 2 മക്കൾ, കൊച്ചു പിള്ളേരാണ്. അവർ നമ്മളെ കണ്ടപ്പോഴേ പറഞ്ഞു അങ്ങോട്ട് കയറ്. അങ്ങനെ അവിടെ കയറി. അപ്പോൾ ചെന്നപ്പോഴും ഞാൻ കുറേ ആൾക്കാരെ കണ്ടു. അതായത് സീരിയൽ സിനിമ താരങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവരെ അങ്ങോട്ട് ഫോക്കസ് ചെയ്തില്ല, ഹസ്ബൻഡ് വഴക്ക് പറയും. അപ്പോഴും ഞാൻ നോട്ടക്കണ്ടിട്ടൊക്കെ നോക്കി. അപ്പോൾ അവരൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴത്തേനും പോയി പാത്രവും ചോറും ഒക്കെ ആയിട്ട് വന്നു. ഞാൻ ഒരു ഭക്ഷണത്തിൽ എനിക്ക് ചോറാണ് ഇഷ്ടം. ചോറ്, അവിയൽ, സാമ്പാർ, തോരന്, ഇങ്ങനെയുള്ള കറികളാണ് എനിക്കിഷ്ടം. കണ്ടില്ലേ, എല്ലാം ഉണ്ട്. അവിയൽ, തോരന്, പരിപ്പ്, പച്ചടി, അതുപോലെ നെല്ലിക്ക അച്ചാർ, അതുപോലെ നമ്മുടെ പാവയ്ക്ക കൊണ്ടൊരു പാവയ്ക്കക്കറി ഞാൻ തയ്യാറാക്കിയിട്ടുള്ള അതേപോലൊരു കറി. അങ്ങനെ എല്ലാം നല്ല ഇതായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് സാമ്പാർ ഒഴിച്ച് ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഇതായിരുന്നു. നമ്മുടെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കരുതെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ ഇത് നമുക്ക് നല്ലതാണ്, പ്രയോജനകരവുമാണ്. നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ വിശക്കുമ്പോൾ നമുക്ക് ഇതാണല്ലോ ഒരാശ്രയം. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വറുത്ത അയില. പിന്നെ ഹസ്ബൻഡിന് പിന്നെ ബിരിയാണിയാണ്. പുള്ളിക്ക് ബിരിയാണിയൊക്കെ ഇഷ്ടമാണല്ലോ, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. എനിക്ക് പക്ഷേ ഇഷ്ടമല്ല, ബിരിയാണിയൊന്നും ഞാൻ കഴിക്കില്ല. ബിരിയാണി ഹസ്ബൻഡിനെ കൊണ്ടുവച്ചു. പുള്ളിയും ഇടയ്ക്കിടയ്ക്ക് ഞാൻ സിനിമാ താരങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ഹസ്ബൻഡിനെ വഴക്കം പറഞ്ഞിട്ട് ചുമ്മാ ഇരിക്കും. അപ്പോൾ പുള്ളി ആസ്വദിച്ച് കഴിക്കുകയാണ്, ബിരിയാണി കഴിക്കുകയാണ്. ഞാനും
ആസ്വദിച്ച് കഴിച്ച് നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. നല്ല എല്ലാവരും നല്ല സ്റ്റാഫും ഒക്കെ നല്ല ഒക്കെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആ കടയിൽ കയറുന്നത്. എല്ലാവരും അങ്ങനെയാണല്ലോ നമ്മളുടെ. പിന്നെ അതിൻ്റെ മോൾക്ക് വേണ്ടി ഒരു പാഴ്സലും മേടിച്ച്, അവൾക്ക് മന്തിയൊക്കെയാണ് ഇഷ്ടം, ബിരിയാണിയാണ് വാങ്ങിച്ചത്. പിന്നെ റിസപ്ഷനിൽ വന്നു ഹസ്ബൻഡ് ഗൂഗിൾ പേ ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ നമ്മുടെ ചിൻറ്റു മോനെ കെട്ടിയാണ് ഇടാറ്. അവന് കൂടില്ല. അപ്പോൾ അവന് വേണ്ടി ഒരു കൂട് നോക്കി. പക്ഷേ അവൻ്റെ സൈസിന് പറ്റിയ കൂടല്ല, അത് കൊച്ചു കൂടാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ പഠിച്ച എൻ്റെ കോളേജാണിത്, MSM കോളേജ്. അപ്പോൾ അവിടെ ഒന്ന് കയറി എന്ന് കാണണമെന്ന് എനിക്ക് പറഞ്ഞു. അങ്ങനെ ഒരു പഴയകാല ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കാൻ വേണ്ടി കയറിയപ്പോൾ കാണുന്ന കാഴ്ച എന്നെ ഞെട്ടിപ്പിച്ച്. കാരണം ഞാൻ പഠിച്ച ആ കെട്ടിടങ്ങളൊന്നും ഇല്ല, അതെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് പുതിയ കെട്ടിടങ്ങളും പുതിയ ചെടികളും അതുപോലെ പൂന്തോട്ടങ്ങളും മാവ് ഇതൊക്കെ കണ്ട് ഞാൻ അന്തം വിട്ട് ഇങ്ങനെ ഞാൻ നടന്നു പോകുന്ന ആ പോർഷനൊക്കെ ഞങ്ങളുടെ ക്ലാസ് റൂമും ഒക്കെ ആയിരുന്നു. കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന ആ കെട്ടിടങ്ങളൊക്കെ അവിടെ ആയിരുന്നു നമ്മളുടെ മൈതാനം, കളിക്കുന്ന ഗ്രൗണ്ടും ഒക്കെ നമ്മൾ നടക്കുന്ന ഇപ്പുറത്ത് ഞാൻ നടന്നു പോകുന്ന ഭാഗമൊക്കെ ആയിരുന്നു ക്ലാസ് റൂമും ഓഫീസ് റൂമും. അപ്പം ഞാനങ്ങനെ ചെന്നപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ അവിടെ ഇരിക്കുന്ന മക്കളുമാർ എൻ്റെ കൊച്ചുമക്കളാകാൻ പ്രായമുള്ളവരൊക്കെ ആയിരിക്കും. കൊച്ചുമക്കളല്ല, സോറി, മക്കളും കൊച്ചുമക്കളൊക്കെ ഉള്ള പ്രായം കാണും അവർക്ക്. മക്കൾ അങ്ങനെ എന്നെ കണ്ടുകൊണ്ട് ഞാനപ്പോൾ അവരോട് പറഞ്ഞു, മക്കളെ ഞാനിവിടെ പഠിച്ചതാണ് പണ്ട് 86 ഞാനിവിടെ പഠിച്ചത്, ഞാൻ പ്രീ ഡിഗ്രിക്ക്. പിന്നെ ഞാൻ പ്രൊഫഷണൽ കോഴ്സിനായിട്ട് അങ്ങ് പോയി. അപ്പം ഞാൻ ഇവിടെ പഠിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം. ഈ അമ്മ അപ്പോൾ അവരെക്കാൾ ഒരു 38 വർഷത്തിന് മുമ്പ്. അപ്പം അവരുമായിട്ട് ഞാൻ സന്തോഷം പങ്കിട്ട്, അവർക്ക് ഭയങ്കര സന്തോഷം ഞാൻ ഇന്ന് പരിചയപ്പെട്ടതിൽ. അപ്പോൾ അവരുടെ വീട് എവിടെയാണോ, അവരെവിടെയാണ് പഠിക്കുന്നത്, എന്താ പഠിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് ഞാൻ അവിടെ എല്ലാം കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ആ ബിൽഡിങ്ങൊന്നും ഇല്ല, അതൊന്നും ഇല്ല, ഇതുപോലെ അല്ലല്ലോ പണ്ടത്തെ കെട്ടിടങ്ങളൊന്നും ഇങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര അത്ഭുതത്തോടുകൂടി ഞാനതെല്ലാം നോക്കിക്കണ്ട്. പിന്നെ ഇങ്ങോട്ട് ആ മാവിൻ്റെ ചുവട്ടിലൊരു മാഞ്ചുവട്ടിലെ പാട്ടുമൊക്കെ ഞാൻ ഓർത്ത് പണ്ട് ഞങ്ങളുടെ കോളേജിൽ ക്ലാസ്സിന് ചെല്ലുമ്പോൾ സീനിയേഴ്സ് വന്ന് കൊണ്ടുപോകും നമ്മളെ ആ മാൻചുവട്ടിൽ നിന്നുള്ള ആ പാട്ട് ഒക്കെ വന്ന് അവർ പാടി ഞങ്ങളെ വെൽക്കം ചെയ്ത് ആ പാട്ടൊക്കെ ഞാൻ ഓർത്തിട്ട് ആ മാവിൻ്റെ വീട്ടിൽ കൂടെ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ 2-3 കുഞ്ഞുങ്ങളിലേക്ക് നിങ്ങൾ എന്താ ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ച്. ക്ലാസ്സില്ലല്ലോ. അല്ല അമ്മേ, ഞങ്ങൾ ക്ലാസ് ഉണ്ടോയെന്നറിയാൻ വന്ന. അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്നതാണ്, ഞങ്ങൾക്ക് ട്രെയിൻ ഇനി 4 മണിക്കേ ഉള്ളൂ. അതുകൊണ്ട് അവർ കൊട്ടിയത്തുള്ള കുഞ്ഞുങ്ങളാണ് അവർ. അപ്പോൾ അവരുമായിട്ട് ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ചൊക്കെ ഇരുന്നപ്പോൾ അവർ പറഞ്ഞതിനിടയ്ക്ക് വീഡിയോ പിടിക്കണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവർ തിരിഞ്ഞിരുന്ന് അവർക്ക് പിന്നെ നമ്മളവരെ അങ്ങ് മാറ്റി. പിന്നെ നമ്മൾ കണ്ടില്ലേ നമ്മുടെ കോളേജാണത്. എനിക്ക് ഭയങ്കര സന്തോഷം ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ. എല്ലാവർക്കും അങ്ങനെയാണല്ലോ, നമ്മളുടെ പഴയകാല ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടി നമ്മൾ പഠിച്ച സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഇത് മ്യൂസിയം ആണോ എന്ന് വരെ എനിക്കങ്ങ് തോന്നിപ്പോയി, അത്രയ്ക്ക് സന്തോഷമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ മാവിൻ്റെ ചുവട്ടിലിങ്ങനെ നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇച്ചിരി നേരം ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, പോവാം, നേരം ഒത്തിരിയായി, മോള് വിശന്നിരിക്കുമായിരിക്കുമല്ലോ, അവൾക്കും ഭക്ഷണമൊക്കെ കൊടുക്കണം, അങ്ങനെയൊക്കെ സാധനം കുറച്ചൊക്കെ വാങ്ങിക്കണം, എന്തായാലും പുറത്തോട്ട് ഇറങ്ങിയല്ലേ. അങ്ങനെ മക്കളെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിള്ളേരോടൊക്കെ യാത്ര പറഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം അവർക്കൊക്കെ ഭയങ്കര അത്ഭുതം, ഇങ്ങനൊരു അമ്മ കയറി വന്നല്ലോ എന്നോർത്ത്. നമുക്ക് അധികാരത്തോടെ കയറി ചെല്ലാമല്ലോ, നമ്മുടെ കോളേജല്ലായിരുന്നു. അപ്പം മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.